തീപ്പെട്ടിയോ? കുറച്ച് താത്തി വയ്ക്കുന്നു. തുടങ്ങിയില്ല. കൃഷ്ണ ഗോപാലപ്രവാസ്. നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ഇന്ന് വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്ത് ചെയ്ത് ഉള്ള അറേഞ്ച്മെൻറ്റ്സിൽ പെട്ടെന്ന് ഒരു കണി ഞാൻ ഇന്നലെ വൈകിട്ട് രാത്രി തന്നെ സാധനങ്ങളൊക്കെ പോയി മേടിച്ച് രാത്രി തന്നെ എല്ലാ സാധനങ്ങളും രാത്രി തന്നെ കണ്ടെത്തി ചെറിയൊരു കണി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ദേവലോകം ചാനലിൻ്റെ ഹാപ്പി വിഷു. എല്ലാ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വിഷു ആശംസിക്കുന്നു. കുറച്ച് കാര്യങ്ങളെല്ലാം വേഗം പോയിട്ട് അറേഞ്ച് ചെയ്ത് ചെറിയൊരു കണി എന്ത് ചെയ്ത് വെച്ചതാണ്. അതിനകത്ത് തേങ്ങ വെച്ചിട്ടില്ല. എന്ത് കാര്യം ചെയ്താലും ഗണപതി ഭഗവാന് മനസ്സിൽ ധ്യാനിക്കണം. അതിനെ സങ്കല്പിച്ചിട്ടാണ് ഈ തേങ്ങ എന്ത് ഈ നാളികേരം വെക്കുന്നത്. അപ്പോൾ തേങ്ങ വയ്ക്കാൻ മറന്നുപോയി, രാവിലെ എടുത്ത് വെച്ച്. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഗണപതി ഭഗവാന് വേണം ആദ്യം നമ്മൾ കൊടുക്കാൻ. പിന്നെ മറ്റേ തുളസിയുടെ ഒക്കെ കുറച്ച് വീഡിയോസ് എടുക്കണം. കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കും.
ചന്ദനത്തിരി അകത്ത് തൊഴുന്ന കൂടെ എടുത്തോ. ഈ വർഷത്തെ വിഷുവിന് ഒരു സന്തോഷമുണ്ട്. ഇതെനിക്ക് തമിഴ്നാടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ആമയാണ്, പക്ഷെ ഇതൊരു ക്ലോക്കാണ്. എനിക്ക് ഈ വർഷത്തെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് വിലപ്പെട്ട സാധനമാണിത്. കാരണം കണ്ടില്ലേ, ഇതിൻ്റെ പഴയ ക്ലോക്കാണ്. ഇത് ആമയാണ്. ഇത് ചെമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നല്ല ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് എനിക്ക് തന്നത്. ഇത് ക്ലോക്കാണ്, കണ്ടോ, ഇതിനകം ക്ലോക്കാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ സൂര്യനിൽ നിന്ന് കളേഴ്സ് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വർഷത്തിന് വിഷു ഈ തന്ന ആൾക്ക് ഞാൻ എല്ലാ ഹാപ്പി നെല്ലിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് എൻ്റെ കയ്യിലോട്ട് തന്നതാണ്. ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ട് കൊടുത്തില്ല. എനിക്കാണ് ഈ ഗിഫ്റ്റ് എടുത്ത് തന്നത്. ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് എന്നോട് പിന്നെ പറഞ്ഞു. തമിഴ്നാടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, യാത്രയിലെ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് ആരായിരുന്നു തന്നിരുന്നത്? ആ ചേച്ചിയുടെ പേരെന്താ? ലിസ് ചേച്ചി എനിക്ക് തന്നതാണിത്. അതും ഞാൻ യാത്രയിൽ പരിചയപ്പെട്ടപ്പം എനിക്ക് തന്നതാണ്. ഇതൊരു സ്പ്രേ, അത് വില കൂടിയ ഒരു സ്പ്രേ ആണ്. നല്ല ഭംഗി ഉണ്ട് കാണാൻ. അപ്പോൾ ഈ വർഷത്തെ വിഷുവിന് വേറെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഒരുപാട് ആൾക്കാർ തന്നതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടിരുന്നത് പെട്ടെന്ന് എടുത്ത് ഞാൻ കാണിച്ചു തന്നതാണ്. അങ്ങനെ ആളുകളൊന്നും ഈ ലോകത്തിലില്ല, ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ? അടുത്തുനിന്ന് എടുക്കണം. അവസാനം ഞങ്ങൾ അന്വേഷിച്ച് ഒരു മരത്തിൽ കുറച്ച് കിട്ടിയതാണ്. എന്നുവെച്ചാൽ രാവിലെ എല്ലാം വന്ന് മരം വെളുപ്പിച്ച് പറപ്പിച്ചുകൊണ്ട് പോയി. ലാസ്റ്റ് നമുക്ക് എന്തായാലും കുറച്ച് വെക്കാനായിട്ട് കിട്ടി ഈ വർഷം. എന്തോരം കൊന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാ മരവും എന്ത് ചെയ്ത് ആളുകൾ വന്ന് പറിച്ചുകൊണ്ട് പോയി. എല്ലാം ഒരു മരത്തിൽ ഒരു കഷ്ണം പോലും കൊന്നുണ്ടാവൂല. വിഷു നല്ല ഭംഗിയുണ്ട്. ഏതായാലും കൃഷ്ണന് റോസ് അരളിയും പിന്നെ നല്ല തുളസിയും കൂടെ വെച്ച മാലയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പാൽക്കണ്ണാടി, ആമാടപ്പെട്ടി, തെച്ചി എല്ലാം നല്ല തെച്ചി കളർഫുള്ളായിട്ട്. പിന്നെ ഈ വർഷം എന്ന് പറഞ്ഞാൽ പിടിപ്പണമാണ്. അത് അതൊന്ന് മൊന്തയിലും ഒന്ന് പറയിലും ആണല്ലോ. ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ദേവലോകം ചാനലിൽ.